ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ ഈ വീഡിയോയിൽ 10ാം ക്ലാസ്സിലെ ക്രിസ്മസ് പരീക്ഷയുടെ മാത്സ് ചോദ്യപേപ്പറിന്റെ ആൻസർ കീയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സെക്ഷൻ എ. ചോദ്യം 1. ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം 3-5n ആണ്. പൊതുവ്യത്യാസം എത്ര? ഉത്തരം ഓപ്ഷൻ ഡി -5. ചോദ്യം 2. 3, 8, 5, 6 എന്നീ ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വര വ്യാസമായ വൃത്തകേന്ദ്രത്തിന്റെ സൂചകസംഖ്യകൾ ഏവ? ഉത്തരം ഓപ്ഷൻ സി 4, 7. ചോദ്യം 3. ചിത്രത്തിലെ മട്ടത്രികോണത്തിന്റെ ഏറ്റവും ചെറിയ വശത്തിന്റെ നീളം എത്ര? ഉത്തരം ഓപ്ഷൻ ബി 2√3. ചോദ്യം 4. ചിത്രത്തിൽ ഒ വൃത്തകേന്ദ്രമാണ്. PA, PB ഇവ വൃത്തത്തിലെ തൊടുവരകളാണ്. കോൺ AOB സമം 110 ഡിഗ്രി ആയാൽ കോൺ PAB സമം എത്ര? ഉത്തരം ഓപ്ഷൻ സി 70 ഡിഗ്രി. ചോദ്യം 5. x² + kx - 12 = x + 6 × x - 2 ആയാൽ k എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ഡി 4. ചോദ്യം 6. ചുവടെ തന്നിരിക്കുന്നവയിൽ x + y > 180 ഡിഗ്രി ആകുന്ന ചിത്രങ്ങൾ ഏതൊക്കെ? ഉത്തരം ഓപ്ഷൻ സി. ചോദ്യം 7. തന്നിരിക്കുന്ന പ്രസ്താവനകൾ വായിക്കുക. പ്രസ്താവന 1. 3, 4, 3, 8 എന്നീ ബിന്ദുക്കൾ യോജിപ്പിച്ചു വരയ്ക്കുന്ന വര y അക്ഷത്തിന് സമാന്തരമാണ്. പ്രസ്താവന 2. രണ്ട് ബിന്ദുക്കളുടെ x സൂചകസംഖ്യകൾ തുല്യമാണെങ്കിൽ അവ യോജിപ്പിക്കുന്ന വര y അക്ഷത്തിന് സമാന്തരമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഉത്തരം സി. പ്രസ്താവന 2ഉം ശരിയാണ്. പ്രസ്താവന 1ന്റെ കാരണമാണ് പ്രസ്താവന 2. ചോദ്യം 8. തന്നിരിക്കുന്ന പ്രസ്താവനകൾ വായിക്കുക. പ്രസ്താവന 1. ഒരു വൃത്തത്തിലെ രണ്ട് ഞാണുകൾ വൃത്തത്തിനുള്ളിൽ മുറിച്ചു കടക്കുമ്പോൾ ഒരു ഞാണിന്റെ ഭാഗങ്ങളുടെ ഗുണനഫലവും മറ്റേ ഞാണിന്റെ ഭാഗങ്ങളുടെ ഗുണനഫലവും തുല്യമാണ്. പ്രസ്താവന 2. രണ്ട് ത്രികോണങ്ങളുടെ കോണുകൾ തുല്യമാണെങ്കിൽ വശങ്ങളുടെ മാറ്റം ഒരേ തോതിലാണ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ സി. പ്രസ്താവന 2ഉം ശരിയാണ്. പ്രസ്താവന 1ന്റെ കാരണമാണ് പ്രസ്താവന 2. സെക്ഷൻ ബി. ചോദ്യം 9. ഒരു പെട്ടിയിൽ 12 വെളുത്ത മുത്തുകളും 8 കറുത്ത മുത്തുകളുമുണ്ട്. പെട്ടിയിലേക്ക് നോക്കാതെ ഒരു മുത്ത് എടുത്താൽ അത് 1. വെളുത്ത മുത്താകാനുള്ള സാധ്യത എത്ര? 2. ഈ പെട്ടിയിലേക്ക് എത്ര വെളുത്ത മുത്തുകൾ കൂടി ഇട്ടാൽ കറുത്ത മുത്ത് കിട്ടാനുള്ള സാധ്യത 1/3 ആകും? ഉത്തരം ചോദ്യം 10. ഒരു സമാന്തര ശ്രേണിയുടെ 8ാം പദം 23ഉം 11ാം പദം 27ഉമാണ്. 1. ശ്രേണിയുടെ 5ാം പദം എത്ര? 2. ശ്രേണിയുടെ 17ാം പദം എത്ര? 3. ശ്രേണിയുടെ ആദ്യത്തെ 24 പദങ്ങളുടെ തുക കണക്കാക്കുക. സെക്ഷൻ സി. ചോദ്യം 11. ചിത്രത്തിൽ ചതുരത്തിന്റെ വശങ്ങൾ അക്ഷങ്ങൾക്ക് സമാന്തരമാണ്. ചതുരത്തിന്റെ രണ്ട് മൂലകളുടെ സൂചകസംഖ്യകൾ തന്നിരിക്കുന്നു. 1. മറ്റു രണ്ട് മൂലകളുടെ സൂചകസംഖ്യകൾ എന്താണ്? 2. ചതുരത്തിന്റെ വികർണങ്ങളുടെ നീളം കണക്കാക്കുക. ചോദ്യം 12. ചിത്രത്തിലെ വലിയ ത്രികോണത്തിന്റെ വശങ്ങൾ ചെറിയ ത്രികോണത്തിന്റെ വശങ്ങൾക്ക് സമാന്തരമാണ്. വലിയ ത്രികോണത്തിന്റെ മൂലകളുടെയെല്ലാം സൂചകസംഖ്യകൾ കണക്കാക്കുക. ചോദ്യം 13. എ. ആധാരബിന്ദു കേന്ദ്രവും ആരം 5 സെന്റിമീറ്ററും ആയ ഒരു വൃത്തം വരയ്ക്കുന്നു. ഇതിൽ 1. ഈ വൃത്തം x അക്ഷത്തെ മുറിച്ചു കടക്കുന്ന ബിന്ദുക്കളുടെ സൂചകസംഖ്യകൾ എഴുതുക. 2. 3,2 ഈ വൃത്തത്തിലെ ഒരു ബിന്ദുവാണോ? എന്തുകൊണ്ട്? 3. ഈ വൃത്തത്തിലെ അക്ഷങ്ങളിലല്ലാത്ത മറ്റൊരു ബിന്ദുവിന്റെ സൂചകസംഖ്യ എഴുതുക. ചോദ്യം 13. ബി. ചിത്രത്തിൽ ആധാരബിന്ദു കേന്ദ്രമായ വൃത്തത്തിലെ രണ്ട് ബിന്ദുക്കളാണ് എ, ബി.
സി എന്ന ബിന്ദുവിന്റെ സൂചകസംഖ്യ 40 ആണ്. കോൺ AOC = 60 ഡിഗ്രി. 1. A, B എന്നീ ബിന്ദുക്കളുടെ സൂചകസംഖ്യകൾ എഴുതുക. 2. AB എന്ന വരയുടെ നീളം എത്ര? ചോദ്യം 14. എ. സൂചകാക്ഷങ്ങൾ വരച്ച് A 5, 3, B 0, 3, C -2, -1, D 3, -1 എന്നീ ബിന്ദുക്കൾ അടയാളപ്പെടുത്തുക. ബി. ചതുർഭുജം ABCDയുടെ പരപ്പളവ് കണക്കാക്കുക. ചോദ്യം 15. 1 + 2 + 3 + etc. 30 = രണ്ടാമത്തെ ചോദ്യം. ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം 2n + 1 ആണ്. ഈ ശ്രേണിയുടെ ആദ്യത്തെ 30 പദങ്ങളുടെ തുക കണക്കാക്കുക. ചോദ്യം 16 എ. 6, 10, 14 എന്ന സമാന്തര ശ്രേണി പരിഗണിക്കുക. 1. ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതുക. 2. ഈ ശ്രേണിയിലെ ആദ്യത്തെ എത്ര പദങ്ങൾ കൂട്ടിയാൽ 880 കിട്ടും? ചോദ്യം 16 ബി. രണ്ട് സംഖ്യകളുടെ തുക 30ഉം ഗുണനഫലം 216ഉമാണ്. 1. തന്നിരിക്കുന്ന വസ്തുതകളെ അടിസ്ഥാനമാക്കി ഒരു രണ്ടാം കൃതി സമവാക്യം രൂപീകരിക്കുക. 2. സംഖ്യകൾ കണ്ടുപിടിക്കുക. ചോദ്യം 17 1. x² -9 x -36 എന്ന രണ്ടാം കൃതി ബഹുപദത്തെ രണ്ട് ഒന്നാം കൃതി ഘടകങ്ങളുടെ ഗുണനഫലമായി എഴുതുക. 2. x² -9 x = 36 ആകണമെങ്കിൽ xന്റെ വില എന്താകണം? ചോദ്യം 18. ഒരു മട്ടത്രികോണത്തിന്റെ ലംബവശങ്ങളുടെ നീളങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 7 സെന്റിമീറ്ററും പരപ്പളവ് 60 ചതുരശ്ര സെന്റിമീറ്ററുമാണ്. 1. തന്നിരിക്കുന്ന വസ്തുതകളെ അടിസ്ഥാനമാക്കി ഒരു രണ്ടാം കൃതി സമവാക്യം രൂപീകരിക്കുക. 2. മട്ടത്രികോണത്തിന്റെ വശങ്ങൾ കണ്ടുപിടിക്കുക. സെക്ഷൻ ഇ. ചോദ്യം 19 എ. വൃത്തത്തിന് പുറത്തുള്ള ഒരു ബിന്ദുവിൽ നിന്ന് വൃത്തത്തിലേക്ക് വരയ്ക്കുന്ന തൊടുവരകളുടെ നീളം തുല്യമാണെന്ന് തെളിയിക്കുക. ചോദ്യം 19 ബി. ഒരു സമഭുജ ത്രികോണത്തിന്റെയും അന്തർവൃത്തത്തിന്റെയും ആരം അതിന്റെ പരിവൃത്തത്തിന്റെ ആരത്തിന്റെ പകുതിയാണെന്ന് തെളിയിക്കുക. ചോദ്യം 20. ചിത്രത്തിൽ O വൃത്തകേന്ദ്രമാണ്. വൃത്തകേന്ദ്രത്തിൽ നിന്നുള്ള ഒരു വര ഞാണിനെ രണ്ടായി ഭാഗിക്കുന്നു. വൃത്തത്തിന്റെ ആരം കണക്കാക്കുക. ചോദ്യം 21 എ. ചിത്രത്തിൽ ABCD ഒരു സമഭുജ സാമാന്തരികം റോംബസ് ആണ്. AB = 5 സെന്റിമീറ്റർ. കോൺ ABO = 40 ഡിഗ്രി. 1. OA, OB ഇവയുടെ നീളം കണക്കാക്കുക. 2. സാമാന്തരികത്തിന്റെ വികർണങ്ങളുടെ നീളം കണക്കാക്കുക. ചോദ്യം 21 ബി. ചിത്രത്തിൽ ത്രികോണം ABCയുടെ പരിവൃത്തം വരച്ചിരിക്കുന്നു. AB = 9 സെന്റിമീറ്റർ. കോൺ ACB = 60 ഡിഗ്രി. വൃത്തത്തിന്റെ ആരം കണക്കാക്കുക. ചോദ്യം 22. ചിത്രത്തിൽ PS എന്ന വര QR-ന് ലംബമാണ്. PQ = 8 സെന്റിമീറ്റർ. കോൺ Q = 30 ഡിഗ്രി. കോൺ R = 45 ഡിഗ്രി. 1. PS =. 2. ത്രികോണം PQR-ന്റെ പരപ്പളവ് കണക്കാക്കുക. ചോദ്യം 23 എ.
സ്കൂൾ മൈതാനത്തുള്ള കൊടിമരത്തിന്റെ ചുവട്ടിൽ നിന്നും നിശ്ചിത അകലത്തിൽ നിൽക്കുന്ന 1.6 മീറ്റർ ഉയരമുള്ള കുട്ടി കൊടിമരത്തിന്റെ മുകൾ ഭാഗം 35 ഡിഗ്രി മേൽകോണിൽ കാണുന്നു. 10 മീറ്റർ നേരെ മുന്നോട്ട് മാറി നിന്ന് നോക്കിയപ്പോൾ 60 ഡിഗ്രി മേൽകോണിലാണ് മുകൾ ഭാഗം കണ്ടത്. തന്നിരിക്കുന്ന വസ്തുതകളെ അടിസ്ഥാനമാക്കി ഏകദേശ ചിത്രം വരയ്ക്കുക. കൊടിമരത്തിന്റെ ഉയരം കണക്കാക്കുക. ചോദ്യം 23 ഒരേ ഉയരമുള്ള 2 കുട്ടികൾ ഒരു വൈദ്യുത തൂണിന്റെ ഇരുവശങ്ങളിലും നിൽക്കുന്നു. ഒന്നാമത്തെ കുട്ടി 40 ഡിഗ്രി മേൽകോണിലും രണ്ടാമൻ 50 ഡിഗ്രി മേൽകോണിലുമാണ് തൂണിന്റെ മുകൾ ഭാഗം കാണുന്നത്. കുട്ടികൾ തമ്മിലുള്ള അകലം 10 മീറ്ററും കുട്ടികളുടെ ഉയരം 1.5 മീറ്ററുമാണ്. 1. തന്നിരിക്കുന്ന വസ്തുതകളെ അടിസ്ഥാനമാക്കി ഏകദേശ ചിത്രം വരയ്ക്കുക. 2. വൈദ്യുത തൂണിന്റെ ഉയരം കണക്കാക്കുക. ചോദ്യം 24 എ. ചിത്രത്തിൽ മട്ടത്രികോണം എബിസിയുടെ അന്തർവൃത്തം PQR എന്നീ ബിന്ദുക്കളിൽ തൊടുന്നു. O വൃത്തകേന്ദ്രമാണ്. AB = 6 സെന്റിമീറ്റർ, BC = 10 സെന്റിമീറ്റർ, AC = 8 സെന്റിമീറ്റർ. 1. ത്രികോണത്തിന്റെ ഓരോ മൂലയിൽ നിന്നും തൊടുന്ന ബിന്ദുവരെയുള്ള തൊടുവരകളുടെ നീളം കണക്കാക്കുക. 2. ചതുർഭുജം APOR ഒരു സമചതുരമാണെന്ന് തെളിയിക്കുക. ചോദ്യം 24 ബി. ചിത്രത്തിൽ ത്രികോണം PQRന്റെ പരിവൃത്തത്തിന് വരയ്ക്കുന്ന തൊടുവരകളാണ് ത്രികോണം ABCയുടെ വശങ്ങൾ. ആംഗിൾ QCR = 60 ഡിഗ്രി, ആംഗിൾ PQR = 50 ഡിഗ്രി, PS = QS. 1. ആംഗിൾ RPQ = 2, ആംഗിൾ RAP = 3. ചതുർഭുജം PSQRന്റെ എല്ലാ കോണുകളും കണ്ടെത്തുക. ചോദ്യം 25 ആരം 2.5 സെന്റിമീറ്റർ ആയ വൃത്തം വരയ്ക്കുക. വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്നും 7 സെന്റിമീറ്റർ അകലെയുള്ള ഒരു ബിന്ദുവിൽ നിന്ന് വൃത്തത്തിലേക്ക് തൊടുവരകൾ വരയ്ക്കുക. ചോദ്യം 26 വശങ്ങളുടെ നീളം 4.5 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ, 7 സെന്റിമീറ്റർ ആയ ത്രികോണം വരച്ച് അതിന്റെ അന്തർവൃത്തം വരയ്ക്കുക. ചോദ്യം 27 1. ചിത്രത്തിൽ AB വ്യാസമായ അർദ്ധവൃത്തത്തിൽ AP = 6 സെന്റിമീറ്റർ, PB = 4 സെന്റിമീറ്റർ. PCയുടെ നീളം കണക്കാക്കുക. 2. വശങ്ങൾ 5 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ ആയ ചതുരം വരയ്ക്കുക. ഇതേ പരപ്പളവുള്ള സമചതുരം വരയ്ക്കുക. കുട്ടികളെ, നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായാൽ ലൈക്ക് ചെയ്യാനും പുതുതായി കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്തു വെക്കാനും നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്താനും മറക്കല്ലേ. നന്ദി.